ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. പരീശന്മാരെ പോലെ ശാസ്ത്രിമാരെ പോലെ ഭാഗ്യമായ വിശുദ്ധിക്ക് പലരും പ്രാധാന്യം കൊടുക്കുന്നത്. നാവുകൊണ്ട് ഹൃദയപൂർവ്വം സത്യം സംസാരിക്കണം. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, ജീവനെ നീ ആഗ്രഹിക്കണം. നിനക്ക് ശുഭകാലം കാണുവാൻ സാധിക്കണമെങ്കിൽ ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ അധരത്തെ അടക്കിക്കൊള്ളണം. ദോഷം വിട്ട് ഗുണം ചെയ്യുകയും ഒപ്പം സമാധാനം അന്വേഷിക്കുകയും ചെയ്യുന്നവൻ മാത്രമേ കർത്താവിനെ കാണുകയുള്ളൂ. സ്വർഗത്തിലെ ദൈവം മനുഷ്യന് നാവും ശബ്ദവും വായുവൊക്കെ തന്നിരിക്കുന്നത് സ്വയം നശിക്കുവാനും മറ്റുള്ളവരെ നശിപ്പിക്കുവാനും വേണ്ടിയല്ല. നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളുടെ കൂട്ടത്തിൽ നാവിനെ ഏറ്റവും ഭദ്രമായി നാം സൂക്ഷിച്ചില്ല എങ്കിൽ അത് നമ്മുടെ ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തും, നരകത്തിൽ ചെന്ന് അവസാനിക്കും. അതുകൊണ്ടാകാതിരിക്കാൻ മഹത്വത്തിൻ്റെ പ്രത്യാശയായ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു എന്ന ബോധ്യത്തോടുകൂടെ ജീവിക്കുക. യേശു കർത്താവ് കാൽവരി ക്രൂശിൽ തന്നെ പരമയാഗമാക്കി തീർത്തപ്പോൾ യേശുവിനോടൊപ്പം നമ്മുടെ നാവും ക്രൂശിക്കപ്പെട്ടു. പാപം സംബന്ധിച്ച് നമ്മുടെ നാവും യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് വിശ്വസിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുക.